പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്കായി ഇതാ വരുന്നു വൈകാസ് തള്ളുവണ്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു വൈകാസ് തള്ളുവണ്ടി. ഇന്നത്തെ സിനിമ രാമന്റെ ഏകന്തോട്ടം. സൂസു സുധീവാഗ്മികം, പ്രേതം, പുണ്യാളൻ അഗർബത്തീസ് എന്നീ ഫിലിമിന് ശേഷം കുഞ്ചാക്കോ ബോബനെ നായകനാക്കിക്കൊണ്ട് രഞ്ജിത് ശങ്കർ ചെയ്തിരിക്കുന്ന ചിത്രമാണ് രാമന്റെ ഏകന്തോട്ടം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 3 ചിത്രത്തിലും ജയസൂര്യ ആയിരുന്നു നായകൻ. അതിനൊന്ന് വിട്ടുപിടിച്ച് കുഞ്ചാക്കോ ബോബൻ ആക്കിയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ, അനു സിത്താര, ജോജോ ജോർജ്, പിഷാരടി, അജു വർഗീസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന് പറയുന്ന ഫിലിമാണ് നമുക്കിപ്പോൾ കഴിഞ്ഞു പോയതിൽ കാടിന്റെ ഒരു മനോഹാരിത, പച്ചപ്പൊക്കെ എടുത്ത് കാണിച്ചു തന്നൊരു ചിത്രം. അതിലും കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു മെയിൻ റോള് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അത്രയും ഉള്ളൊരു വിഷ്വലായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും ഒരു മനോഹരമായ കാടിനെ എത്രത്തോളം നമുക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുന്നുള്ള രീതിക്കൊക്കെ എല്ലാ പ്രകൃതി രമണീയമായി ഒക്കെ എടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ കുഞ്ചാക്കോന്റെ പേര് രാമൻ എന്നാണ്. രാമൻ ഒരു വലിയ പ്രകൃതി സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹവും അദ്ദേഹത്തിന്റെ പ്രണയവുമാണ് ഈ ചിത്രത്തിന്റെ മെയിൻ കഥ എന്ന് പറയുന്നത്. ആ പ്രണയവും പ്രകൃതി സ്നേഹവും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നഗരത്തെയും കാടിനെയും കാണിക്കുന്നുണ്ടെങ്കിലും നഗരത്തേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കാടിനാണ്. പ്രകൃതി സ്നേഹം കാണിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രകൃതിയുടെ ഭംഗിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നത്. ഒരു പ്രകൃതി സ്നേഹിയുടെ കഥയുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണിക്കുന്നത്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം, നല്ല കാര്യം ചെയ്യുന്നതിന് മറ്റൊരാളുടെ അഭിപ്രായം തേടുക അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട, നമുക്ക് തനിയെ ചെയ്യാം, സക്സസ് ആവാം എന്നുള്ളൊരു മെസ്സേജും കൂടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം, ഒരു ലളിതമായ ചിത്രം. ഇത്രയും ചെറിയൊരു സ്റ്റോറി തന്നെ ഇത്ര ലളിതമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഭംഗിയായി നമുക്ക് മുമ്പിൽ കാണിച്ചു എന്നുള്ള കാര്യത്തിലും ഫിലിം സക്സസ് ആണ്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ജോജോ ജോർജിന്റെ അഭിനയം തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫിലിം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അനു സിത്താര അവതരിപ്പിച്ചിട്ടുള്ളത്. അതും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബനും നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ അജു വർഗീസിന്റെയും പിഷാരന്റെയും ഒക്കെ കോമഡി ചിത്രത്തിലൊരു ഭാഗത്തുണ്ട്. അതും ബോറില്ലാത്ത രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തായാലും നല്ലൊരു മെസ്സേജ് തരുന്ന ചിത്രം. പിന്നെ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് ഈ ചിത്രം കാണാൻ പോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ അല്ല അങ്ങനെ ഒരു വിഷ്വലൈസ് ഒക്കെ കിട്ടാൻ അല്ല കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ചിത്രത്തിന് പോവുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ലളിതമായ ചിത്രമാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിത്രത്തിലെ സോങ് പോലും ആ ഒരു കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് ആ പാട്ടിലുള്ള ലിറിക്സ് പോലും ശരിക്കും ആ ഒരു പ്രകൃതി സ്നേഹം ഉളവാക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ചിത്രം, അതുപോലെ തന്നെ നല്ലൊരു പ്രണയം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് എടുത്തിട്ടുള്ള ഒരു ചിത്രം. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ ശ്രമിക്കുക. കുറച്ച് സ്ലോ മൂവിയാണ്, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ കാണാൻ ശ്രമിക്കുക. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മീഡിയം നല്ല ചിത്രമാണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ.